ശ്രീ റജി ചെറിയാൽ 4 മിനിറ്റ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് ഉപക്ഷേപം അവതരിപ്പിച്ച് കൊണ്ട് നന്ദി പറഞ്ഞ എം വിൻസെൻ്റ് MLA ഞാൻ പിന്താങ്ങുന്നു. സർ, കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് 16ാം നിയമസഭയിൽ അംഗമാകാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും ആദരവും ഞാൻ ആദ്യമായി PJ ജോസഫ് സാറിനോട് ഉൾക്കൊള്ളുന്നു. സർ, അതേപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്ന് കുട്ടനാട് ജനത എന്നെ അവിടെ നിന്ന് വിജയിപ്പിച്ച് ഈ നിയമസഭയിൽ എത്തിച്ചു. അവർക്കെല്ലാവർക്കുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. സാർ, ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയവും ഈ നാടിൻ്റെ പുതിയുഗ പിറവിയെയാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് മാറുക എന്നത് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിലേക്കുള്ള തുടക്കമാണ് ഈ നയപ്രഖ്യാപനം. സർ, കഴിഞ്ഞ 20 വർഷമായി കുടിക്കാൻ ശുദ്ധവെള്ളമില്ലാതെ, നടക്കാൻ വഴിയില്ലാതെ കരയുന്ന കർഷകർ ഉള്ള ഒരു മണ്ഡലമാണ് കുട്ടനാട്. സർ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട് ഭരിച്ച ഈ സർക്കാർ, കഴിഞ്ഞ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, അവർ ഈ കുട്ടനാടിനെ ഇങ്ങനെ ആക്കി മാറ്റി. കരയുന്ന കർഷകനും പ്രയാസപ്പെടുന്ന ജനങ്ങളും കുടിക്കാൻ വെള്ളവുമില്ലാത്ത നാടാക്കി മാറ്റി. സർ, ഇവർ ഒരു നവകേരള യാത്ര നടത്തി. ഈ യാത്ര ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി കേരളം കറങ്ങി തിരിച്ചു വന്നു. പോകുന്ന വഴിയിൽ ഇവർ തുടക്കം മുതൽ ചെയ്തത് എന്താണ്? അവിടെ കാണുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ തുടങ്ങി. അതുകൊണ്ട് പോകുന്ന വഴിയിലെ ജനങ്ങളെല്ലാം മാറി നിന്ന് കൊടുത്തു. തിരിച്ചിവർ എത്തി. ഇവരെടുത്ത തീരുമാനം എന്താണ് സാർ? ഇവർ ജനങ്ങളെ ആരെയും കണ്ടില്ല. ഇവരെടുത്ത തീരുമാനം അതിദരിദ്രരില്ലാത്ത കേരളം. സാർ, കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ 100 കണക്കിന് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം സാർ. ചികിത്സിക്കാൻ സൗകര്യമില്ലാതെ, വീടില്ലാതെ റോഡിൽ കിടക്കുന്നവർ 100 കണക്കിനാണ് സാർ. ഇതാണ് ഈ കുട്ടനാടിൻ്റെ ഗതി സാർ. ഇതിനെയെല്ലാം സാർ ഈ 10 വർഷം ഈ നാടിനെ, കുട്ടനാടിൽ റോഡുണ്ടാക്കി സാർ. AC റോഡ്, കോടികളുടെ അഴിമതി. ഇന്ത്യ രാജ്യത്ത് എങ്ങുമില്ലാത്ത ഒരു റോഡാണ് AC റോഡെന്ന് പറയുന്നത്. അവിടെ മറ്റുള്ള പ്രാദേശികമായ സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല സാർ, ഒരു മഴ പെയ്താൽ. 20 വർഷമായി ആ നാട്ടിനെ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുകയാണ് ഈ ഒരു സർക്കാർ. കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ നെൽകർഷകർ പ്രയാസപ്പെടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും സാർ നമ്മൾ കണ്ടത് യാത്ര ചെയ്തു പോകുന്ന വഴികളിൽ കരയുന്ന കർഷകനെയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എടുത്ത നെല്ലിൻ്റെ പോലും പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ കരയുന്ന കർഷകനും പ്രയാസപ്പെടുന്ന സാർ. 13 പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ പോലും കളിക്കാൻ ഒരു കളിസ്ഥലമില്ല. 13 പഞ്ചായത്തിൽ നല്ലൊരു ഹെൽത്ത് സെന്റർ ഇല്ല. 13 പഞ്ചായത്ത് നിയമമണ്ഡലത്തിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ഇല്ല. സർ, യാതൊന്നുമില്ലാത്ത സൗന്ദര്യം മാത്രം ഉള്ള കുട്ടനാട്, ജനങ്ങൾ പ്രയാസപ്പെടുന്ന കുട്ടനാട്, ക്യാൻസർ രോഗികൾ മാത്രം വസിക്കുന്ന കുട്ടനാട്, 100 കണക്കിന് ആൾക്കാർ. അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ സാർ ഒരു ബോട്ട് പിടിച്ച് കരയിൽ വന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ കോട്ടയത്തോ പോകണം സാർ. ഇങ്ങനെ നിർധനരായ പാവങ്ങളായ കുട്ടനാടാണ് സാർ. കുട്ടനാടിന് 140 മണ്ഡലത്തിൽ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു നാടാണ് ഈ കുട്ടനാട്. ഇതിനെ പ്രത്യേക പരിഗണന കൊടുക്കണം സാർ. വലിയൊരു മാറ്റം കുട്ടനാട് ഉണ്ടാക്കിയേ പറ്റൂ. ജനങ്ങളെ സംരക്ഷിക്കണം സാർ. ഞാൻ ഈ നയപ്രഖ്യാപനത്തെയും അതിനെ പിന്താങ്ങിയ ഉപക്ഷേപത്തിനും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് സാർ നിർത്തുന്നു. നന്ദി, നമസ്കാരം.